ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിച്ച ഓരോ ദൈവമക്കളിലും ക്രിസ്തു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്നുള്ള ഉറപ്പ് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അബ്രഹാമിൽ പകരപ്പെട്ട ദൈവിക ഉറപ്പിനെ കുറിച്ച് ധന്യനായ പൗലോസ്ലീഹ റോമിലെ വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതിയ റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യമാണ് നാം ധ്യാനിക്കുവാൻ പോകുന്നത്. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അബ്രഹാമിന് ദൈവത്തിലുണ്ടായിരുന്ന ഉറപ്പ്. സ്തോത്രം. ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളോട് ഞാൻ പറയാം, എത്ര വലിയ പരാജയത്തിന്റെ നടുവിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിലും യേശുക്രിസ്തുവിലുള്ള ആ ഉറപ്പ് നിങ്ങളുടെ വിജയത്തിന് കാരണമായി തീരട്ടെ. അബ്രഹാമിന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന് നിർജീവത്വം ഗ്രഹിച്ചിട്ടും അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. സ്തോത്രം. അവൻ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തുടങ്ങി. സാഹചര്യങ്ങൾ കാണുമ്പോഴാണ് ഒരു മനുഷ്യൻ തളർന്നു പോകുന്നത്. സ്തോത്രം. ചില ഫോൺ കോൾസുകൾ നിന്നെ തളർത്തുന്നതാണ്. ചില വ്യക്തികളുടെ വാക്കുകൾ നിങ്ങളെ തളർത്തുന്നതാണ്. എന്നാൽ ആരൊക്കെ നിങ്ങളെ തളർത്തിക്കളഞ്ഞാലും വേദപുസ്തകം വെളിപ്പെടുത്തുക, ക്രിസ്തുവിലുള്ള ഉറപ്പ് സ്വീകരിക്കുക. ദാനിയേൽ പ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്, ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. അലറി ഒഴുകുന്ന ചെങ്കടലിന് നടുവിലേക്ക് ഇറങ്ങിയ മോശ 40 ലക്ഷത്തോളം വരുന്ന ഇസ്രായേൽ മക്കൾ, സ്തോത്രം, ഞങ്ങൾ ഇവിടെ മരിച്ചു പോകുമെന്ന് ഒന്നിച്ചു വിളിച്ചു പറയുമ്പോൾ മോശ വിളിച്ചു പറയാം, ഭയപ്പെടണ്ട, ഉറച്ചു നിൽക്കുവീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. മോശക്കുറപ്പുണ്ട്, ദൈവം പ്രവർത്തിക്കുവാൻ. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വലിയ കടബാധ്യത നിങ്ങൾക്കുണ്ടോ? വലിയ രോഗബാധ നിങ്ങൾക്കുണ്ടോ? വലിയ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടോ? ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത കുരുക്കിലാണോ നിങ്ങൾ? ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഉറപ്പായി ദൈവത്തെ വിശ്വസിക്കും. ധന്യനായ പൗലോസ്ലീഹ തന്റെ ലേഖനങ്ങൾ കാലത്ത് പരാമർശിച്ചിരിക്കുന്ന ഒരു കാര്യം ഞാൻ വെളിപ്പെടുത്താം. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി, ആ ദിവസം വരെ എന്നെ സൂക്ഷിപ്പാൻ അവൻ ശക്തനാണെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. കണ്ടോ, ദൈവത്തിലുള്ള ഉറപ്പ്. നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, സ്തോത്രം, നിങ്ങൾ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. വായിച്ച വാക്യം ഒരിക്കൽ കൂടെ വായിക്കുന്നു, അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. നിങ്ങൾ കേട്ട വാഗ്ദത്തം, നിങ്ങൾ കേട്ട സന്ദേശം, അത് നിറവേറാൻ പോകുകയാണെന്നുള്ള ഉറപ്പ്. ഹല്ലേലൂയ. അതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയം. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാൻ, കർത്താവേ, ആ ഉറപ്പ് ഞങ്ങൾക്ക് തരണം, ആ ധൈര്യം ഞങ്ങൾക്ക് തരണം, ആ കൃപ നമുക്ക് തരണം എന്ന് പറഞ്ഞ് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടച്ചാട്ട്. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, കർത്താവിലുള്ള ഉറപ്പും ആ ധൈര്യവും സ്വീകരിക്കുവാൻ നിന്റെ മക്കൾക്ക് കൃപ കൊടുക്കണം. ഹല്ലേലൂയ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ സൗഖ്യമാകട്ടെ, വിടുവിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സാഹചര്യത്തെ അതിജീവിക്കുന്ന ഉറപ്പ് സ്വീകരിക്കാം. ക്രിസ്തു അത്ഭുതം ചെയ്യും. God bless you.